ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടതെങ്കിലും അത് ജഗനെയും വന്ദനയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പാലമാണ്. എന്തായാലും ഇറങ്ങി ഇനി ആ പാലത്തിലൂടെ ഒന്ന് കടന്നു നോക്കാം. പ്രകാശേട്ടാ, ജഗനെ വിളിച്ചിട്ട് കിട്ടിയോ? കിട്ടി. എന്നിട്ട് ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. പക്ഷേ മറുപടിയൊന്നും പറയാതെ ജഗൻ ഫോൺ കട്ട് ചെയ്തു. അതൊരിക്കലും ചെയ്യാൻ വഴിയില്ല. ചിലപ്പോ വല്ല സിഗ്നൽ കംപ്ലൈന്റും ആയിരിക്കും. അതെങ്ങനെയാ സിഗ്നൽ കംപ്ലൈന്റ് ആവുന്നത്? ഞാൻ വന്ദന കുളിമുറിയിൽ തെന്നി വീഴുന്നു പറയുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതെല്ലാം ജഗൻ വ്യക്തമായിട്ട് കേട്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. വേണ്ട, ഇനി ആരും വിളിക്കണ്ട. ഈ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ ഞാൻ ജഗനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം വിളിച്ചറിയിച്ചത്. ഇന്റർവ്യൂവിന്റെ കാര്യത്തിനാ. ആ കുളിമുറിയിലെ മുഴുവൻ എണ്ണയായിരുന്നു. അതിൽ ചവിട്ടിയ വന്ദന വീണത്. അവിടെ ആരാ എണ്ണ കോരി ഒഴിച്ചത്? വേറെ ആര്? വന്ദനയായിരിക്കും. പ്രകാശേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? വന്ദന എണ്ണ കോരി ഒഴിച്ചിട്ട് സ്വയം അതിൽ ചവിട്ടി വീണെന്നോ? അതിന് എണ്ണ കോരി ഒഴിച്ചു എന്ന് ആര് പറഞ്ഞു? ഹരിതയെ തേച്ചു കുളിപ്പിക്കാൻ ഉപയോഗിച്ച ഏതെങ്കിലും കുഴമ്പായിരിക്കും. അലക്ഷ്യമായിട്ട് അത് അവിടെ ഇവിടെയൊക്കെ വീഴിക്കുന്നത് വന്ദനയ്ക്ക് ഇപ്പൊ ഒരു ശീലമായിരിക്കുക. ഇന്നലെ ഞാൻ നോക്കിയപ്പോ ഹോളില് തട്ടി വീണ് കിടക്കുന്ന ഒരു തൈലക്കുപ്പി കണ്ടു. വന്ദനെ, ഈയിടെയായിട്ട് നിനക്കൊരു ശ്രദ്ധയില്ലാട്ടോ. വീണപ്പോ തലയുടെ പിൻഭാഗമെങ്ങാൻ ഇടിച്ചിരുന്നെങ്കിലേ ഓർക്കാൻ കൂടി വയ്യ. ഇനി എല്ലാരും ഒന്ന് പുറത്തേക്ക് നിക്ക്. വീണപ്പോ ശരീരത്തിന് നല്ല ചതവൊക്കെ പറ്റിക്കാണും. കുറച്ച് മുറിവെണ്ണ പുരട്ടി കൊടുക്കട്ടെ. നിന്റെ മുറിവെണ്ണയും മുറിവൈദ്യമൊക്കെ അവസാനം ദുരന്തമാവരുത്. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടതെങ്കിലും അത് ജഗനെയും വന്ദനയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പാലമാണ്. എന്തായാലും ഇറങ്ങി ഇനി ആ പാലത്തിലൂടെ ഒന്ന് കടന്നു നോക്കാം. ജിതേന്ദ്ര, എടാ ജിതേന്ദ്ര, എന്താ അച്ഛാ? നീ ഇതുവരെ റെഡിയായില്ലേ? ഇല്ല അച്ഛാ, ഇന്നലെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, കിടന്നപ്പോ വൈകി. മാത്രമല്ല ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ. എന്നാ കാര്യമുണ്ട്. നീയേ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. അച്ഛാ, എടാ നീ ഇന്ന് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് പോണം. ഇലക്ഷൻ പ്രചരണം. അച്ഛാ, ഞാൻ എനിക്ക് പകരം നീ ആ മണ്ഡലത്തിൽ ചെല്ലണം. 1-2 പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നാ മതി. അച്ഛനല്ലേ അവര്? അതിനെന്താ, എടാ 2 ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ ഉദ്ഘാടനമാ. നീ തന്നെ അത് ചെയ്തിട്ട് വന്നാ മതി. ഞാനേ വല്ല പനിയും പിടിച്ചു കിടക്കണമെന്ന് അവരോടൊന്ന് പറഞ്ഞാ മതി. ശരി അച്ഛാ, ഞാൻ പോവാം. അവിടെ നിന്നായിരിക്കും. എന്താടാ വായും പൊളിച്ച് നോക്കിക്കുന്നേ? പോയി റെഡിയാവ്. പോ. ശരി അച്ഛാ. എന്തായടോ, എന്തേലും നല്ല വാർത്ത ഉണ്ടോ പറയാൻ? നല്ല വാർത്ത പറയാനുള്ള മുന്നൊരുക്കത്തിലാണ് ഞാൻ.
നല്ല വാർത്തകളുടെ മുന്നൊരുക്കോ? മനസ്സിലായില്ല? അതെ. അധികം വൈകാതെ കുറുപ്പ് സാറിന്റെ കാതുകൾക്ക് ഇമ്പം പകരുന്ന ഒരു വാർത്ത വരും. അതിന് സാറിന്റെ ചെറിയൊരു സഹായം വേണം. രാവിലെ ഇന്ന് സാഹചര്യം പറയാതെ കാര്യം വെച്ചാൽ പറയണം. സാറേ, ജഗനെ കുറച്ച് സമയത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം. ഞാൻ പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വിടാവൂ. നീ എന്താ എന്നോട് ആജ്ഞാപിക്കുന്നോ? സാറേ, ഇത് ആജ്ഞാപനമൊന്നുമല്ല, ഒരു ചെറിയ സപ്പോർട്ട്. ഞാൻ ഈ ചെയ്യുന്നൊക്കെ എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ഞാനിപ്പോ ചെയ്തു വച്ചിരിക്കുന്ന പ്ലാൻ വർക്കൗട്ട് ആവണമെങ്കിൽ ജഗൻ ഒന്ന് മാറി നിൽക്കണം. ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പോലും പാടില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്രമിച്ച പോരാ, നടക്കണം. ജഗൻ കുറച്ച് സമയത്തേക്ക് മാറി നിന്നേ പറ്റൂ. ശരി. ഹലോ അച്ഛാ. മോനെ, കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. നീ വീട്ടിലേക്കൊന്ന് വരണം. അച്ഛാ, ഞാനൊരു ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോവാ. എത്ര സമയം എടുക്കും? അതൊരു 2 മണിക്കൂർ കൂടി എടുക്കും അച്ഛാ. ആയിക്കോട്ടെ. അതിനുശേഷം നീ നേരെ വീട്ടിലേക്ക് വാ. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അതെ, ഈ ഇലക്ഷനാണ്. ഈ സമയത്ത് എൻ്റെ ടൈം ഷെഡ്യൂൾ എന്തായിരിക്കും നിനക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. നിന്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കണം. ഓക്കെ? ശരി അച്ഛാ, വരാം. നീ എന്തെങ്കിലും കഴിച്ചോ? അല്ല, അച്ഛൻ എന്തിനാ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത്? രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് പാർട്ടിക്കാരുടെ സഹായം ആവശ്യപ്പെടാം. ആവശ്യം വ്യക്തിപരമാകുമ്പോ അതിന് മക്കളുടെ താങ്ങും തണലും ചിലപ്പോ ഒരച്ഛൻ ആഗ്രഹിച്ചു പോവും. അത് തെറ്റാണോ?